വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു പപ്പടം കറിയാണ് കേട്ടോ. ഇത് മെയിനായിട്ട് കുഞ്ഞു മക്കൾക്ക് ചോറ് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. കാരണം ഇതിൽ ഒരുപാട് എരിവൊന്നും ചേർത്തുള്ള കറിയല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എരിവൊന്നും ഒരുപാട് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല. അൾസർ പോലെ അങ്ങനെ പല അസുഖങ്ങൾ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ടേസ്റ്റിൽ എരിവ് കുറച്ച് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന കറിയാണിത്. എരിവ് കൂട്ടേണ്ടവർക്ക് കൂട്ടാം, അത് ഓപ്ഷണലാണ്. പൊതുവേ ഈ കറിക്ക് എരിവ് കുറവാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ചെറിയ ഉള്ളി, ജീരകം, പപ്പടം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, കറിവേപ്പില, ഇത്രയും വേണം. ഇതിൻ്റെ കൂടെ നമ്മൾ ആദ്യം എടുത്ത് വെച്ച ഉള്ളി അല്ലാതെ കുറച്ച് ഉള്ളിയും കൂടെ ആവശ്യമാണ് കേട്ടോ. ആ ഉള്ളി നമ്മൾ ചെറുതായിട്ട് നൈസായിട്ടൊന്ന് വട്ടത്തിൽ അരിഞ്ഞത് ഇതുപോലെ എടുക്കണം. നമുക്ക് ലാസ്റ്റത്തേക്ക് ഈ കറിയിൽ ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങ. തേങ്ങ നമ്മൾ എടുക്കുന്ന പപ്പടത്തിന് അനുസരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ തേങ്ങ അരയ്ക്കാനായിട്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ്: നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ജീരകം ഉണ്ടല്ലോ, അതൊന്ന് പൊടിയായിട്ടാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കാരണം ജീരകം അരയാതെ കടിക്കാൻ കിട്ടണതിനേക്കാളും നല്ലത് പൊടിയായിട്ടാകുമ്പോൾ നന്നായിട്ട് അതിൽ മിക്സ് ആയിക്കോളും. അതുകൊണ്ട് ഞാൻ ആ ജീരകം ഒന്ന് പൊടിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കുക. ഒന്നും കൂടെ വേണമെങ്കിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം, മുഴുവനായിട്ടാണെങ്കിലും ഇടാം, കുഴപ്പമൊന്നുമില്ല. ആ ഉള്ളി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ശേഷം നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇതിന് മെയിനായിട്ട് ഒരു പൊടി എന്ന് പറയാനായിട്ട് ഇതിൽ വേണ്ട ഒരു സാധനം. പിന്നെ ചെറുതായിട്ട് ചെറിയൊരു രീതിയിൽ ഞാൻ മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എരിവില്ലാത്തൊരു മുളക് പൊടിയാണ്, അപ്പോൾ ഞാൻ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കറിക്ക് എരിവ് നന്നായിട്ട് വേണം, എരിവുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റൂ എന്നുള്ളവർക്കാണെങ്കിൽ മുളക് പൊടി കൂട്ടിയിട്ട് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് അത്ര വലിയ എരിവുള്ളൊരു കറിയല്ല. ശേഷം വെള്ളവും കൂടെ ചേർത്ത് നല്ല മഷി പോലെ, നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ അരപ്പ് ഏത് പാത്രത്തിലേക്കാണോ കുക്ക് ചെയ്യാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ഒഴിക്കുക. ഇതുപോലെ ആണ്. എന്നിട്ട് ശേഷം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്താണ് നമ്മൾ അടുപ്പത്ത് വയ്ക്കേണ്ടത്. ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുറച്ച് പണികളുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് തയ്യാറാകേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പാത്രം ചൂടാവാനായിട്ട് അടുപ്പത്ത് വെച്ചു. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് വറ്റൽമുളകും കൂടെ, കുറച്ചൊന്നുമില്ല, എരിവില്ലാത്ത വറ്റൽമുളകാണെങ്കിൽ 1-2 ആഡ് ചെയ്യാം. ഞാൻ അവിടെ ഇപ്പോൾ വളരെ കുറച്ചേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ശേഷം നമ്മൾ അതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം വെച്ചിരുന്ന ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് കറുത്ത് കാണുന്നത് കരിഞ്ഞതല്ല കേട്ടോ, ഇതിൻ്റെ പാകം അതാണ്. നല്ലൊരു ഫ്രൈ ആയിട്ട് കറിവേപ്പിലയും ഉള്ളിയും എല്ലാം കിട്ടിയാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ. അത് കരിഞ്ഞു പോയതല്ല, അത് ഫ്രൈ ആയിട്ട് നമ്മൾ ഒന്ന് വറുത്തെടുക്കണം. ശേഷം നമ്മുടെ അരപ്പ് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ആദ്യം എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന പപ്പടം ഉണ്ടല്ലോ, ആ പപ്പടം നമ്മൾ ആദ്യം എടുത്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ടൊന്ന് വറുത്തെടുക്കുക പപ്പടം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത എണ്ണ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ എണ്ണ എടുക്കുക. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരുന്ന പപ്പടം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അത് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ബ്രൗൺ കളർ ആവണ്ട. പപ്പടം ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്, എന്നാൽ കരിഞ്ഞിട്ടൊന്നുമില്ല. കണ്ടോ? എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ പപ്പടം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേ ഈ പാകത്തിലാണ് കറി ഇരിക്കുന്നത്. ഒരു പരിപ്പ് കറിയൊക്കെ പോലെ ഇരിക്കും കേട്ടോ, പക്ഷെ അതിലും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബായ്.